എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ചേച്ചിനെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ സ്കൂൾ ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ കപ്പിൾസിന്റെ കൂടെ നടക്കുന്നത്. ഇതൊക്കെ കാണുന്നതും ചേച്ചിക്ക് നല്ല സന്തോഷവും. അവളങ്ങനെ അവിടെ നിന്ന് നല്ലതുപോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കെയ്ഫർ അതിലേ വരും. അവൻ ഇവളിങ്ങനെ ഐസ്ക്രീം കഴിക്കുന്ന കാണുന്നതും ഇവളുടെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കും. ഇത് നമ്മളുടെ ചേച്ചി പൊക്കുകയും ചെയ്യും. അവിടെയായിട്ട് അവളാണെങ്കിൽ ഒരു പാവക്കുട്ടീനെ കാണുന്നതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കെയ്ഫർ പറയും, നിനക്കത് വേണോ, എങ്കിൽ ഞാനത് ജയിച്ചു തരാമെന്ന്. എന്നാൽ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ പഠിച്ച പണി 18 നോക്കും. എന്നാൽ അവനെ കൊണ്ട് അത് ജയിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ചേച്ചി ആയിരുന്നാലിരുന്ന് ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ കെയ്ഫർ പറയും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ട്രോഫി തന്നെ വിജയിച്ച് കൊണ്ടുവരുന്നതായിരിക്കും എന്ന്. ഇത് കേട്ട് നമ്മളുടെ ചേച്ചി നല്ലതുപോലെ ബ്ലഷ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന അന്നത്തെ ആ ദിവസം കഴിഞ്ഞു പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് ദിവസം രാത്രിയാണെങ്കിൽ നമ്മളുടെ ചേച്ചിയും കെയ്ഫറും കൂടി നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോളേജിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാ. അവിടെയായിട്ടൊരു സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ചേച്ചി നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് രണ്ടുപേരും നടക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ കെയ്ഫർ അവളുടെ കയ്യിൽ കയറി പിടിക്കും. എന്നാൽ അവിടുത്തെ ഒരു റൂമിലായിട്ട് ഒരു പ്രേതത്തിന്റെ വേഷം കെട്ടി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാരാന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. രണ്ടുപേരും പേടിച്ച് അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങും. നമ്മുടെ ജയിക്കായിരുന്നാലും കെയ്ഫറിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് കുറച്ച് സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ബാസ്കറ്റ് ബോളിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ ഇവരുടെ ടീം നല്ലതുപോലെ തോറ്റുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മളുടെ കെയ്ഫർ ആണെങ്കിൽ ഇവരുടെ തന്നെ ക്ലാസ്സിലുള്ള ഒരു ചെറുക്കന്റെ പേര് അവിടെയുള്ള കോച്ചിന് സജസ്റ്റ് ചെയ്യും. ഇവൻ നല്ലതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ അവനെ ആ ടീമിലായിട്ട് എടുക്കും. ഇവൻ ലാസ്റ്റ് നിമിഷത്തിൽ നല്ലതുപോലെ പോയിന്റ് ഒക്കെ സ്കോർ ചെയ്തിട്ട് ഇവരുടെ ടീമാണ് അവിടെ ജയിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ചേച്ചിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ കിടന്ന് തുള്ളി ചാടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ്സിലായിട്ട് ഈ ചെറുക്കൻ വന്നിട്ട് നമ്മുടെ ചേച്ചി എടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നതാ. അവനാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് ട്രീറ്റ് കൊടുക്കുക എന്നൊക്കെ പറയും. അടുത്ത ദിവസത്തെ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇവിടെ നമ്മുടെ ചേച്ചി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കും. ഇവിടെയായിട്ട് ഇവരുടെ ക്ലാസ്സിന്റെ ടീമിന്റെ പേര് വെച്ചിരിക്കുന്ന തന്നെ നമ്മുടെ ചേച്ചിയുടെ പേരിലായിരുന്നു. ഇത് കേൾക്കുന്ന അവള് ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് പാട്ടിന്റെ കോമ്പറ്റീഷനാണ് വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ കെയ്ഫറും യൂറിയും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. യൂറി അവിടെ ഗിത്താറാണ് വായിക്കുന്നത്. കെയ്ഫർ അവിടെ പാട്ട് പാടും. ഇവൻ പാട്ട് പാടാൻ തുടങ്ങുന്നത് നമ്മുടെ ചേച്ചിക്ക് മനസ്സിലാവും ഇവക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ പാട്ട് പാടുന്നത് എന്ന്. ഇവക്ക് അങ്ങനെ പഴയ മെമ്മറീസ് എല്ലാം വരാൻ തുടങ്ങും. അവൾക്ക് മനസ്സിലാവും അവൾ കെയ്ഫറിനെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. കെയ്ഫർ ആയിരുന്നാലും കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് നേരെ അവളുടെ അടുത്ത് വന്നിട്ട് ഒപ്പീനിയൻ ചോദിക്കും. നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ നല്ലതുപോലെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അവൾ നല്ലതുപോലെ ബ്ലഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ജഡ്ജസിനെല്ലാം ഇവരുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അന്ന് ദിവസം വൈകുന്നേരം നമ്മുടെ ചേച്ചിയാണെങ്കിൽ യൂറിയുടെ കൂടെ അവരുടെ സ്കൂൾ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാ. ഇവിടെയായിട്ട് നമ്മളുടെ ചേച്ചി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് കാണുന്ന യൂറി ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പൊ നമ്മുടെ ചേച്ചി പറയും, എനിക്ക് എന്നെ അറിയത്തില്ല, ഞാൻ അവനെ ആദ്യമേ നല്ലതുപോലെ വെറുക്കുക ചെയ്തത്, എന്നാൽ ഇപ്പൊ എന്റെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡാ എന്ന്. ഇത് കേൾക്കുന്ന യൂറിക്ക് മനസ്സിലാവും ഇവള് കെയ്ഫറിനെ പറ്റിയാ പറയുന്നതെന്ന്. അവൻ അവിടെ അവന്റെ ലവ് കൺഫസ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ അവൻ ഡയറക്റ്റ് പറയത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാ പറയുന്നത്. അവനൊരു പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ അത് പറയാനുള്ള ധൈര്യമില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേച്ചിയെ നല്ലതായിട്ട് ഷോക്കായി പോവും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ചേച്ചിയെ ആങ്കൊച്ചിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നതാ അവളുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ പറയും, നീ ഈ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ യൂറിയുടെ പാട്ട് കേൾക്കുക എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചേച്ചി ആണിന്റെ വേഷം കെട്ടി വരുന്ന ഭയങ്കര കോമഡിയാണ്. ക്ലാസ് മൊത്തം കിടന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂറി അവിടെ പാട്ട് പാടുന്നതാ. ഇവനും നല്ലതുപോലെ ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു പാട്ടാ പാടുന്നത്. ആ പാട്ട് ഇവൻ ചേച്ചിനെ നോക്കി പാടും. ഇത് കാണുന്നേ നമ്മുടെ ചേച്ചിക്ക് മനസ്സിലാവും ഇവൻ പറയുന്ന അവന്റെ സീക്രട്ടായിട്ടുള്ള ഇഷ്ടമുള്ള പെൺകുട്ടി വേറെ ആരുമല്ല, അത് ചേച്ചി തന്നെയാന്ന്. ഇവളത് കേട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് വേഗം തന്നെ അവിടുന്ന് വാഷ്റൂമിലോട്ട് അങ്ങ് ഇറങ്ങി ഓടും. പോകുന്ന വഴിയിൽ വെച്ചിട്ട് മറ്റേ പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണില്ലേ, അവൾ അവിടെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത് കാണും. അങ്ങനെ നമ്മുടെ ചേച്ചിയെ കാര്യം ചോദിക്കുമ്പോൾ അവള് പറയും, എൻ്റെ ആ ചെറുക്കനാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ല, അവൻ എൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറി പോവുക എന്ന്. അങ്ങനെ ചേച്ചിയാണെങ്കിൽ നേരെ വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. അപ്പോൾ അവൻ പറയും, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഫാമിലി ഭയങ്കര പാവപ്പെട്ടതല്ലേ, ഞാൻ എങ്ങനെയാ അങ്ങനെയുള്ളൊരു പണക്കാരി കൊച്ചിനെ നല്ലതുപോലെ നോക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ പെണ്ണും വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ വന്നിട്ട് പറയും, എനിക്ക് അതിലൊന്നും ഒരു കാര്യവും ഇല്ല, എനിക്ക് നിന്നെ മാത്രം മതിയെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് സെറ്റാവും. അങ്ങനെ ഇരിക്കാതിരുന്ന് നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഒരു മെസ്സേജ് വരും. അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നായിരുന്നു. അവൻ കോമയിൽ കിടക്കുകയായിരുന്നില്ലേ, അവൻ അവളെ കാണണോ എന്ന് വിളിക്കും. അങ്ങനെ ചേച്ചി അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവിടുത്തെ ട്വിസ്റ്റ് എന്തോന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ അവളുടെ പാസ്റ്റ് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ തന്നെ ഇരുന്ന് ആലോചിക്കും ഇവൻ ഏതാ എന്ന്. ഇവൻ ആദ്യമേ ഇവളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടൊക്കെ സംസാരിക്കുമെങ്കിലും പിന്നീട് അവൻ വയലന്റ് ആവാൻ തുടങ്ങും. ഇവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ഈ ചെറുക്കൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ ചേച്ചിനെ പിടിച്ചങ്ങ് മാറ്റും. ഇവൻ്റെ അമ്മയ്ക്ക് ചേച്ചിനെ ഭയങ്കര കാര്യമൊക്കെയാണ്. നമ്മുടെ ചേച്ചിക്ക് മനസ്സിലാവത്തില്ല, എങ്കിലും അവൾ എന്ത് പോർഷനാണ്
എന്താണ് അവളുടെ ലൈഫിൽ മറന്നുപോയത് എന്ന് അവൾ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു. അതേപോലെ തന്നെ അവൾ നല്ലതുപോലെ തകർന്നു ഇരിക്കുമായിരുന്നു. അങ്ങനെ നേരെ അവൾ സ്കൂളിലായിട്ട് വരുമ്പോൾ എന്തുവാ ഇവളുടെ സ്കൂളിലുള്ള ആ കോമ്പറ്റീഷൻ ഇല്ലേ, അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ടീം ഇപ്പോൾ തോറ്റു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതറിഞ്ഞിട്ട് ക്ലാസ് മൊത്തം നല്ല ദേഷ്യത്തില. കെയ്ഫർ ആയിരുന്നാലും നമ്മുടെ ജെജെനെ കണ്ടിട്ട് നല്ലതുപോലെ വഴക്ക് പറയും, നീ എവിടെ പോയി കിടക്കുമായിരുന്നു, നിന്നെ എത്ര തവണ വിളിച്ചു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെജെ ആയിരുന്നാലും പൊട്ടിത്തെറിച്ചിട്ട് പറയും, ഞാൻ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതാ, അവൻ കോമയിലായിരുന്നു, അവൻ ഇപ്പോഴാണ് ഉണർന്നത്, എനിക്ക് അവനെ ഓർമ്മ പോലും ഇല്ല എന്ന്. ഇത് ഇത്രയും കേൾക്കുന്നതും കെയ്ഫർ ഭയങ്കരമായിട്ട് ഷോക്കാവും. എല്ലാവരും സർപ്രൈസ് ആയിട്ട് നോക്കി നിൽക്കും. അവനായിരുന്നാലും നല്ല ഗിൽറ്റി ഫീൽ ചെയ്യും. കാര്യം അവളെ ഇത്രയും വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഒരു റൂമിലായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറി വന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കാൻ നോക്കും. ഇവളുടെ കയ്യിലായിട്ട് ഗിത്താറൊക്കെ കൊടുക്കും. അവക്കാണെങ്കിൽ ഗിത്താർ വായിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് യൂറി ഗിത്താർ എടുത്തിട്ട് ഇവക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടും. നമ്മുടെ ജെജെ ആയിരുന്നാലും നല്ലതുപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ യൂറിക്കാണെങ്കിൽ നല്ലതുപോലെ ഗിൽറ്റ് ഫീൽ ചെയ്യും. അവൻ വിചാരിക്കുന്നത് തന്നെ കെയ്ഫർ അവളുടെ അടുത്ത് ഇഷ്ടമൊക്കെ നടിച്ചിട്ട് അവസാനം അവളെ ചതിക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ എന്തിനാ വെറുതെ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫീലിങ്സ് അവിടെ കൺഫ്യസ് ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ ചേച്ചി നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂറി ആണെങ്കിൽ അവൾക്കൊരു കിസ്സും കൊടുക്കും. നമ്മുടെ ചേച്ചി ഭയങ്കര ഷോക്കായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മളുടെ കെയ്ഫർ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലായിട്ട് മ്യൂസിക് കോമ്പറ്റീഷൻ്റെ ആ ഒരു ട്രോഫിയും ഉണ്ടായിരുന്നു. അവൻ എന്താണോ വാക്ക് ചെയ്തത് അത് തന്നെയല്ലേ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ടെഡി ബിയറിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ട്രോഫി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഇത് കാണുന്നേ നമ്മളുടെ ചേച്ചി ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കും. അവളുടെ കയ്യിലായിട്ട് നമ്മുടെ കെയ്ഫർ കൊണ്ടുവന്ന് ട്രോഫി കൊടുക്കും. എന്നാൽ അവനാണെങ്കിൽ ഇപ്പോൾ യൂറിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അവനറിയാം ഇവിടെ യൂറി ആണെങ്കിൽ ഇപ്പോൾ അവളുടെ അടുത്ത് ഇഷ്ടമൊക്കെ കൺഫസ് ചെയ്തു എന്ന്. നമ്മളുടെ കെയ്ഫറിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചേച്ചിയാണെങ്കിൽ കണ്ണു തുറക്കുന്നത് അവൾ വേറെ എവിടെ കിടക്കുന്നതാണ്. അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഒന്നും നല്ലതുപോലെ ഓർമ്മ വരത്തില്ല. അങ്ങനെ അവൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കും. അതായത് യൂറി ആണെങ്കിൽ ചേച്ചിനെ കിസ് ചെയ്ത സമയത്ത് നമ്മളുടെ കെയ്ഫർ അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചേച്ചിയെ അവിടെ നിന്ന് എസ്കേപ്പായി പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ആ ബാസ്കറ്റ് ബോൾ ചേച്ചി ചെറുക്കനില്ലേ, അവനാണെങ്കിൽ ചേച്ചി എടുത്ത് പറയും, നമുക്കൊരു പാർട്ടി ഉണ്ട്, നമുക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്താലോ എന്ന്. ഇത് വേറെ ആരുടെയും പാർട്ടിയല്ല, നമ്മുടെ ആ കീക്കോടെ പാർട്ടിയായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും കൂടി ആ ബാസ്കറ്റ് ബോൾ ജയിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പാർട്ടിയായിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഉണ്ട്. മൊത്തത്തിൽ അവിടെ കുടിയും വലിയും എല്ലാം ആയിട്ട് ഇങ്ങനെ ഭയങ്കര വലിയൊരു പാർട്ടിയാണ്. നമ്മുടെ ചേച്ചി ആയിരുന്നാലും ഇവൻ്റെ കൂടെ വന്നിട്ട് അത് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ മറ്റേ മീക്കേന്നും പറഞ്ഞ പെണ്ണില്ലേ, അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇപ്പോൾ ഗെറ്റപ്പൊക്കെ ചേഞ്ച് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം കെയ്ഫറൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ശരിയാക്കുമെന്ന് വെച്ചിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ജെജെനെ ആണെങ്കിൽ ഒരു ചെറുക്കൻ അപ്രോച്ച് ചെയ്യാൻ വരുന്നതും പെട്ടെന്ന് തന്നെ കീക്കോ വന്നിട്ട് അവനെ തടയും. എന്നിട്ട് ജെജെ എടുത്ത് പറയും, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ നടക്കാൻ തുടങ്ങും. എന്നിട്ട് ഇവക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഓഫർ ചെയ്യും. നമ്മുടെ ചേച്ചി ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അതെല്ലാം കുടിക്കും. കുടിച്ച് ഒരു സ്ഥലത്തെത്തുന്നതും അവിടെ നോക്കുമ്പോൾ എന്തുവാ ചേച്ചിയുടെ കൂടെ വന്ന ചെറുക്കനെ അവിടെ അടിച്ചിട്ടേക്കുവാണ്. അവരവിടെ പെട്ടെന്ന് തന്നെ ചേച്ചി എടുത്ത് പറയും, എടി നീ വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രാപ്പായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ പെട്ടെന്ന് അവിടെ ബോധം കെട്ട് വീഴും. കാര്യം ഈ കീക്കോയാണെങ്കിൽ അവൾക്ക് കൊടുത്ത ഡ്രിങ്ക്സിനകത്ത് എന്തോന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെയ്ഫറും യൂറിയൊക്കെ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തായിട്ട് എത്തുന്നതാണ്. അവിടെ ഓൾറെഡി നമ്മുടെ ജെജെയുടെ കസിൻ ഇല്ലേ, അവനെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ബോധം കെട്ടി കിടക്കുന്ന ചെറുക്കൻ അവൻ്റെ അടുത്ത് പറയും, നീ വേഗം തന്നെ ചേച്ചിനെ പോയി രക്ഷിക്കണം എന്ന്. അവനെങ്ങനെ വേഗം തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടും. ഇവിടെ നമ്മുടെ കെയ്ഫറും യൂറി എത്തുന്നതും അവർക്ക് മനസ്സിലാവും നമ്മുടെ ജെജെയുടെ കസിൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന്. അവരെങ്ങനെ ഈ കേക്കോടെ ആൾക്കാരെ എല്ലാം അടിച്ച് ശരിയാക്കിയിട്ട് മുകളിലെത്തുന്നതും നമ്മുടെ ഈ കസിനാണെങ്കിൽ കീക്കോനെ എടുത്തിട്ട് നല്ലതുപോലെ ഇടിക്കുമായിരുന്നു. കാര്യം അവനാണെങ്കിൽ ജെജെയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ, അതിന് വേണ്ടിയിട്ട്. അവസാനം നമ്മളുടെ കെയ്ഫർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജെജെനെ വന്ന് നോക്കിയിട്ട് അവളെ എടുത്ത് ഇവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവരും. നമ്മളുടെ ഈ കസിനായിരുന്നാലും പറയും, ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ അവളെ കൊണ്ടുപോക്കോ എന്ന്. പിന്നീട് കാണിക്കുന്ന ചേച്ചിക്ക് ബോധം വരുന്നതാ. അവൾക്ക് വേറെ ഒന്നും ഓർമ്മ വരത്തില്ല. അവൾ ഈ പാർട്ടിയിൽ പോയതും ഡ്രിങ്ക് ചെയ്തതും മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൾ താഴെ വരുന്നതും കെയ്ഫറിൻ്റെ ബ്രദർ അവളെ കാണും. ഇവളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് പറയും, ഇത് കെയ്ഫറിൻ്റെ വീടാണ്, നിന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക എന്ന്. ജെജെ ആയിരുന്നാലും ഓടി വന്ന് അവരെയൊക്കെ കാണും. എല്ലാവരും ഇവളെ കാണുന്നത് സന്തോഷിക്കും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ യൂറിയും അതേപോലെ കെയ്ഫറും പറയും, യഥാർത്ഥത്തിൽ കീക്കോടെ ടാർഗറ്റ് നീയായിരുന്നു, അവന് വേണ്ട നിന്നെ ആയിരുന്നു എന്ന്. ഇത് കേൾക്കുന്നതിന് ചേച്ചി ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഇവിടെ നമ്മളുടെ യൂറി ആണെങ്കിൽ കെയ്ഫറിൻ്റെ അടുത്ത് പറയും, അവളെ വെറുതെ വിട്ടാരെ, വെറുതെ നീ അവളെ ടാർഗറ്റ് ആക്കാനും നിൽക്കേണ്ട, അവളൊരു പാവം പെങ്കൊച്ച എന്ന്. ഇതൊക്കെ കേൾക്കുന്നതിന് കെയ്ഫറിന് നല്ല ദേഷ്യം വരും. അവൻ കയ്യിൽ വെച്ചിരുന്ന ഗ്ലാസ് തന്നെ തറയിലിട്ട് പൊട്ടിക്കും. അവൻ്റെ കൈക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജെജെ ഇവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വരുന്നതാ. അവിടെയായിട്ട് മൂന്നാമതൊരു ചെറുക്കനും വരും. അവനും നമ്മളുടെ കെയ്ഫറിൻ്റെ കുഞ്ഞനിയൻ തന്നെയാണ്. ഇവരെയൊക്കെ കാണുന്നതിന് ചേച്ചി ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. കാര്യം അവൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. കെയ്ഫറിന് അനിയനുണ്ടെന്ന് അറിയുന്നതേ അവൾ ഇപ്പോഴാണ്. ഇവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇവർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങോട്ടും
ഇങ്ങോട്ടും ഓരോരോ കളിതമാശയൊക്കെ പറഞ്ഞു ചിരിക്കും. ഈ കൊച്ചിറക്കനായിരുന്നാലും കെയ്ഫറിൻ്റെ അടുത്ത് പറയുന്നത് നിന്റെ ഗേൾ ഫ്രണ്ട് സുന്ദരിയാണല്ലോ എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം ക്ലാസ്സിലായിട്ടാണ്. അവിടെ ടീച്ചർ വന്നിട്ട് പറയും ഇത് ലാസ്റ്റ് സെമിസ്റ്ററാണ്, നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ CN ആയിരുന്നാലും ചേച്ചി എടുത്ത് പറയും ഞാനാണെങ്കിൽ ഇത്തവണ നല്ല മാർക്ക് വാങ്ങിക്കും. ഇത് കേൾക്കുന്നതിന് ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ അവൻ അവിടെ ചലഞ്ച് പറയും. അവൻ പറയും നമുക്കൊരു ബെറ്റ് വെച്ചാലോ, ഞാൻ നല്ല മാർക്ക് എടുക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ നല്ല മാർക്ക് എടുത്തില്ലെങ്കിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാം. ഞാൻ പറയാൻ പോകുന്നത് നല്ല മാർക്ക് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് ആരെയാണെന്ന് നീ എല്ലാവരും മുമ്പിൽ വെച്ച് പറയണം, അവർക്ക് നീ കിസ്സും കൊടുക്കണം. ഇത് കേൾക്കുന്നതിന് ചേച്ചിയാണെങ്കിൽ ഈസി ആയിട്ട് അത് സമ്മതിച്ചു കൊടുക്കും. കാര്യം അവർക്ക് നന്നായിട്ടറിയാം CN നല്ല മാർക്കൊന്നും വാങ്ങിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന CNനും ചേച്ചിയും കൂടി ഒരു ഹാലോവിൻ പാർട്ടിക്ക് പോകുന്നതാണ്. ഇവിടെ CN ആണെങ്കിൽ ഭയങ്കര കൊച്ചുകുട്ടികളെ പോലെ പിള്ളേരുടെ കൂടെ ഒക്കെ കിടന്ന് കളിക്കാൻ തുടങ്ങും. നമ്മുടെ ചേച്ചി അതൊക്കെ കണ്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ കെയ്ഫറിൻ്റെ അനിയൻ അവിടേക്ക് വരും. അവൻ വന്നിട്ട് ചേച്ചിയുടെ കയ്യിരിക്കുന്ന ക്യാൻഡീസ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് അവൻ ഇവളെ ബുള്ളി ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ കെയ്ഫർ വന്നിട്ട് ഇവനെ വഴക്ക് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ഇവൻ്റെ അനിയൻ നല്ലത് തിരിച്ചു പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുന്നേ ചേച്ചി ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അവൾ അവിടെ പറയും നീ നിന്റെ ചേട്ടനെ പോലെ തന്നെയാ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെറുക്കൻ ഓടി വരും. അതായത് നമ്മളുടെ CN ആണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ ക്യാൻഡീസ് എന്തോ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവൻ അങ്ങനെ CNനെ അടിക്കാനാ വരുന്നത്. എന്നാൽ നമ്മളുടെ ചേച്ചിനെ കാണുന്നതും ഇവൻ പെട്ടെന്ന് അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങും. ചേച്ചി ആണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും എനിക്ക് താല്പര്യമില്ല എന്ന്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കെയ്ഫർ അങ്ങനെ അടങ്ങിയിരിക്കത്തൊന്നുമില്ല. അവൻ അവളെ പിടിച്ചിർത്തിയിട്ട് പറയും ഇത് എൻ്റെ വൈഫാണ് എന്ന്, അതായത് എൻ്റെ ഫിയൻസി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുന്ന ആ ചെറുക്കൻ പേടിച്ചോടിയങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കെയ്ഫറും ചേച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നതാ. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണാണെങ്കിൽ നമ്മുടെ കെയ്ഫറിൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഇത് കാണുന്നേ നമ്മുടെ ചേച്ചിക്ക് നല്ല ജലസടിക്കും. എന്നാലും അവള് ഒരു മൈൻഡും ആക്കാത്ത കണക്ക് അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ കെയ്ഫർ വന്ന് അവളുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഇവർ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഡാൻസ് കളിക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ചേച്ചിയുടെ ഹൃദയം നല്ലതുപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇവക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ അവനെ കിസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എങ്കിലും അവൾക്ക് നല്ല നാണക്കേടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കി നിൽക്കും. എന്നാൽ നമ്മുടെ കെയ്ഫറിനാണെങ്കിൽ അതൊന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളുടെ ജേജിക്ക് ഒരു കിസ്സങ്ങ് കൊടുക്കും. ജേജി ആയിരുന്നാലും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. കെയ്ഫർ അവിടെ പറയും എനിക്കങ്ങനെ ആരുടെയും മുമ്പിൽ നാണക്കേടൊന്നുമില്ല, എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ അതേപോലെ ചെയ്യുമെന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.